സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ചൂട് ഉയരും. പാലക്കാട് ജില്ലയിൽ ഈ മാസം 18 വരെ ചൂട് കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 40 ഡിഗ്രി സെൽഷ്യസ് കൂടെ ഏപ്രിൽ 18 വരെ രേഖപ്പെടുത്തിയേക്കും. ആർദ്രത കൂടി ഉയർന്ന സാഹചര്യത്തിൽ കനത്ത ചൂട് അനുഭവപ്പെടുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ അറിയിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷും പാലക്കാട് നിന്ന് ഇക്ബാൽ അറക്കലും ചേരുകയാണ്. ആദ്യം MG പ്രതീഷിലേക്കാണ്. പ്രതീഷ്, സംസ്ഥാനത്ത് ചൂട് കനക്കുകയാണ്. ഒരു വിഷു ദിവസം പോലും ആളുകൾ ചുട്ടുപൊള്ളി വിയർത്തൊലിച്ചാണ് ഈ ആഘോഷത്തെ വരവേൽക്കുന്നതൊക്കെ. പാലക്കാട്ടെ ചൂട്, അതിനെക്കുറിച്ച് നമുക്ക് ഇക്ബാൽ എന്തായാലും ചേരുന്നുണ്ട്. സംസ്ഥാനത്തെ മുഴുവൻ സാഹചര്യം ഒന്ന് പറഞ്ഞു പോവാം പ്രതീഷ്, എവിടെയൊക്കെ പേടിക്കണം? റോഷ്നി, ചുട്ട് പൊള്ളുക എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. കാരണം അത്രത്തോളം തീവ്രമായ ചൂടാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത്. സാധാരണ താപനിലയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി വരെ ഉയർന്ന താപനില വിവിധ ജില്ലകളിൽ രേഖപ്പെടുത്തുന്നു എന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പാലക്കാട് ജില്ലയാണ്. 40 ഡിഗ്രി സെൽഷ്യസ് ആണ് പാലക്കാട്ടെ ഉയർന്ന താപനില. ഈ മാസം 19 വരെ 40 ഡിഗ്രി സെൽഷ്യസ് പാലക്കാട് ജില്ലയിൽ ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. പാലക്കാട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തുന്ന ജില്ല കൊല്ലം ജില്ലയാണ്. 39 ഡിഗ്രി സെൽഷ്യസ് ആണ് കൊല്ലത്തെ താപനില. തൊട്ട് താഴെ കോട്ടയമുണ്ട്. കോട്ടയത്ത് 38 ഡിഗ്രിയും. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസുമാണ് താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ താപനില തിരുവനന്തപുരത്താണ്. എന്നാൽ പോലും 36 ഡിഗ്രി താപനില തിരുവനന്തപുരത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വയനാടും ഇടുക്കിയും ഒഴികെയുള്ള ജില്ലകളിൽ ഉയർന്ന താപനിലയ്ക്കുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. മഞ്ഞ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. പ്രത്യേക ജാഗ്രത പൊതുജനങ്ങൾ പാലിക്കണമെന്ന നിർദ്ദേശം കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ട്, ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ട്. കാരണം ഈ രാവിലെ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കാരണം സൂര്യാഘാതത്തിനുൾപ്പെടെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ആ സമയത്ത് പുറത്ത് പണിയെടുക്കുന്നവരൊക്കെ തന്നെ ജോലി സമയം ക്രമീകരിച്ച് വേണം ഈ പുറത്തിറങ്ങാൻ എന്നുള്ള നിർദ്ദേശമാണ് പ്രധാനമായും നൽകുന്നത്. ആരോഗ്യ വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. കാരണം ഈ സൂര്യാഘാതത്തിനും നിർജ്ജലീകരണത്തിനും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ തന്നെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന നിർദ്ദേശം ആരോഗ്യ വകുപ്പ് നൽകിയിട്ടുണ്ട്. ഈ നേരത്തെയൊക്കെ തന്നെ ഈ കടുത്ത ചൂടിന് ആശ്വാസമായി വേനൽ മഴ ഇടയ്ക്ക് എത്താറുണ്ട്. പക്ഷേ ഈ വേനൽ മഴയൊന്നും തന്നെ കാര്യമായി ഇത്തവണ കേരളത്തിൽ എത്തിയില്ല എന്നതാണ് ഈ ചൂട് അത്രത്തോളം കഠിനമാകാനുള്ള ഒരു കാരണം കൂടിയുള്ളത്. നിലവിൽ ഈ വേനൽ മഴ അടുത്തെങ്ങും ഉള്ളതായ ഒരു മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വരുന്ന കുറേ ദിവസങ്ങൾ കൂടി തന്നെ ഈ സമാനമായ ചൂട് സംസ്ഥാനത്തുണ്ടാകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും പാലക്കാട് അതീവ ജാഗ്രത വേണം. മറ്റ് ജില്ലകളിലും വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിലും വരും ദിവസങ്ങളിലും അതികഠിനമായ ചൂടായിരിക്കും അനുഭവപ്പെടുക. ഓക്കെ, അപ്പോ സംസ്ഥാനത്തെ സാഹചര്യം അതാണ്.